ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് എടുക്കാൻ പോണത്. അപ്പോൾ സോഷ്യോളജിയിൽ മെയിനായിട്ട് കോമൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വരാൻ പോണത് ഓപ്ഷണൽ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ടിൽ നിന്നും പബ്ലിക് എക്സാമിന് വരുന്നത് നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളായിട്ട് തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ എ മോഡ്യൂളാണ് അല്ലെങ്കിൽ ബി മോഡ്യൂളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രണ്ടെണ്ണം സെലക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ 1 എ പാർട്ടാണ് വരുന്നത്. എ പാർട്ടിൽ സ്റ്റാറ്റസ് ഓഫ് വുമണിൽ നമുക്കുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്, സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ സൊസൈറ്റി, എ സോഷ്യൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. 32ാമത്തെ ചാപ്റ്റർ 32 എ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമുക്കുള്ളത്. അപ്പോൾ വുമൻ്റെ സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ വുമൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് വരുന്നത്. ഇത് എ പാർട്ടിലുള്ളതാണ് കേട്ടോ. ഇനി എ പാർട്ടിൽ 2 ചാപ്റ്റർ ഉണ്ട്, പിന്നെ ബി പാർട്ടിലും ഇതേപോലെ 2 ചാപ്റ്റർ ഉണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ പല ഘട്ടങ്ങളിലായിട്ട് വുമൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോണത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വേദകാലഘട്ടം പറയുമ്പോൾ 2ആയിട്ടാണ് വേദകാലഘട്ടത്തെ തിരിക്കുന്നത്. ഋഗ്വേദ കാലഘട്ടവും പിന്നീട് വന്നിട്ടുള്ള പിൽക്കാല വേദകാലഘട്ടം. അങ്ങനെ 2 ഘട്ടത്തിൽ സ്ത്രീകളുടെ പദവിയെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ വേദകാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പദവി, ആദ്യകാലങ്ങളിലൊക്കെ സ്ത്രീകളുടെ പദവി വളരെ നല്ല ഉയർന്ന പദവിയൊക്കെ ആയിരുന്നു. പിന്നെ എന്താണ്, ആ പദവി പതുക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. സ്ത്രീകളെ അടിമകളെ പോലെ കാണാൻ തുടങ്ങുകയാണ്. സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തുല്യ സ്ഥാനമുണ്ടായിരുന്ന സമൂഹത്തിൽ പതുക്കെ ഭർത്താവിന് ഭാര്യയുടെ സമൂഹത്തിൻ്റെ ഒരു താഴെ തട്ടിലേക്ക് അവരെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് വേദകാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നല്ല പദവി ഉണ്ടായിരുന്നത് പതുക്കെ ഇല്ലാണ്ടായി. അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും, അത് അച്ഛൻ്റെ സ്വത്തിൽ പോലും അവകാശമില്ലാത്ത അവസ്ഥയിലേക്കാണ് പിന്നീട് സ്ത്രീകൾ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഋഗ്വേദ കാലഘട്ടത്തിൽ ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു സ്ത്രീകളുടെ പദവി എന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് വലിയ മാർക്കായിട്ട് തന്നെ ചോദിക്കാം കേട്ടോ. വേദകാലഘട്ടത്തിലെ സ്ത്രീകളുടെ പദവി എന്ന് ചോദിച്ചിട്ട് വലിയ SC ആയിട്ട് 5 മാർക്കിൻ്റെ ഒക്കെ SC ആയിട്ട് ചോദിക്കാം. അങ്ങനെ 2 കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ പ്രാചീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വേദകാലത്തിൻ്റെ ആരംഭത്തിലൊക്കെ എന്താണ്, സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം എന്താണ് സ്ഥാനമുണ്ടായിരുന്നു. എല്ലാ പൗരാണിക ഗ്രന്ഥങ്ങളിലും സ്ത്രീകളെ ആദരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. സ്ത്രീയെ ആദരിക്കപ്പെടുന്നിടത്ത് എന്താണ്, ദൈവം വസിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വേദ പഠനത്തിന് പോലും സ്ത്രീകൾക്ക് അനുമതി ഉണ്ടായിരുന്നു. ഗാർഗി, മൈത്രേയി എന്നൊക്കെ പറയുന്ന വേദ പണ്ഡിതന്മാരായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. ഗാർഗി, മൈത്രേയി എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ വേദ പഠനം അവർക്ക് എന്താണ് അവർക്ക് അനുവദിച്ചിരുന്നു. പിന്നെ വിവാഹത്തിന് പ്രായപരിധി ഒന്നും ഉണ്ടായിരുന്നില്ല. അഥവാ തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ തന്നെ എന്താണ് 14നും 17നും ഇടയിൽ, അത് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് വിവാഹം കഴിച്ചിരുന്നത്. ശൈശവ വിവാഹം എന്നൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. സതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്ത്രീകളെ പിന്നീട് അനുഭവിച്ച ഒരു കാര്യങ്ങളും എന്താണ് അതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വിധവകൾക്ക് പുനർവിവാഹത്തിന് അനുമതി ഉണ്ടായിരുന്നു. മുതിർന്നവരുടെ സമ്മതത്തോടു കൂടി തന്നെ എന്താണ് അവർക്ക് പുനർവിവാഹം ചെയ്യാം. അതും ഒരു പ്രത്യേക വിവാഹം, അത് നിയോഗ എന്ന് പറയുന്ന ഒരു വിവാഹ രീതി അവിടെ ഉണ്ടായിരുന്നു. അതായത് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്ത സഹോദരന്മാരെ കല്യാണം കഴിക്കാം. അപ്പോൾ അത് തന്നെ നിർബന്ധമൊന്നുമല്ല, അവർക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് കല്യാണം കഴിക്കാം. ഇനി ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കൂടി എന്താണ് അവർക്ക് അങ്ങനെ തുടരാം. അവിവാഹിതരായിട്ട് അവർക്ക് അങ്ങനെ തുടരാൻ പോലുമുള്ള സ്വാതന്ത്ര്യം അന്ന് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. ഇനി ഭാര്യയ്ക്കും ഭർത്താക്കന്മാർക്കും തുല്യ സ്ഥാനമാണ്. യാഗങ്ങളിലൊക്കെ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ശ്രീരാമന് യാഗം നടത്തിയപ്പോൾ സീതേനെ കൊണ്ടുവന്നു, അങ്ങനെയുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കർമ്മങ്ങളിലൊക്കെ എന്താണ് പുരുഷനൊപ്പം തന്നെ സ്ത്രീക്കും സ്ഥാനമുണ്ടായിരുന്നു. ഒന്നിൻ്റെ ഒരു ഐത്തത്തിൻ്റെ പേരിലും സ്ത്രീനെ ഒരു തരത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നില്ല.
വിദ്യാസമ്പന്നകളായിട്ടുള്ള സ്ത്രീകളാണെന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ ഋഗ്വേദത്തിൽ ഒരിടത്ത് പോലും എന്താണ് സതി സമ്പ്രദായത്തെ കുറിച്ചിട്ട് പരാമർശമില്ല. പിന്നെ പ്രാർത്ഥനകളിലും യാഗങ്ങളിലും ഒക്കെ എന്താണ് സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏകപത്നി സമ്പ്രദായമാണെന്ന് നിലനിന്നിരുന്നത്. പക്ഷെ വളരെ വിരളമായൊക്കെ എന്താണ് ബഹു ഭാര്യത്വമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും എടുത്ത് പറയണത് എന്താണ് വിധവകളുടെ കാര്യമാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് പ്രത്യേകിച്ച് കുഞ്ഞ് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഭർത്താവൊക്കെ മരിച്ചു പോകുന്നവർക്കൊക്കെ എന്താണ് അവർക്ക് എന്താണ് സുഖമായിട്ട് അടുത്ത ഒരു വിവാഹത്തിന് സമ്മതമായിരുന്നു. അതും സമൂഹം അതിനെ അനുവദിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നല്ല പദവി അല്ലെങ്കിൽ എന്താണ് നല്ല സ്വാതന്ത്ര്യമുള്ളൊരു കാലഘട്ടമാണ് ആദ്യകാല വേദ കാലഘട്ടം, ഋഗ്വേദ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞുള്ള ഇനി നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് പിൽക്കാല വേദ കാലഘട്ടം. ഇനി അടുത്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ സ്ത്രീകളുടെ പദവി കുറഞ്ഞു വരികയാണ്. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും സ്ത്രീനെ പതുക്കെ മാറ്റി നിർത്തപ്പെട്ടു. അയിത്തത്തിൻ്റെ പേരിൽ ഈ യാഗങ്ങൾ, പൂജകൾ അവിടെ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തപ്പെട്ടു. വിദ്യാഭ്യാസം ചെയ്യാനുള്ള അനുവാദമില്ലാണ്ടായി, വേദം പഠിക്കാൻ പറ്റാണ്ടായി. അവരുടെ പൂർണ്ണ നിയന്ത്രണം, ഒരു ഭാര്യയുടെ പൂർണ്ണ നിയന്ത്രണം എന്തായി ഭർത്താവിൻ്റെ കയ്യിലായി, മാതാപിതാക്കന്മാരുടെ കയ്യിലായി. സ്ത്രീ എന്തായി അടിമയായി മാറി. മൊത്തം അടുക്കളയിൽ തളയ്ക്കപ്പെട്ട അവസ്ഥയിലാക്കി. ആ സമയത്തും എന്താണ് ഇതിഹാസങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങോട്ട് വാനോളം പുകഴ്ത്തുകയും അവരുടെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് സമൂഹത്തിൽ അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഇതാണ് നമുക്ക് വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. പിന്നെ ശൈശവവിവാഹം, സതി അങ്ങനെയുള്ള ദുരാചാരങ്ങളൊക്കെ പതുക്കെ സമൂഹത്തിൽ ഉയർന്നു വരാനായിട്ട് തുടങ്ങി. ഇനി ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ പദവി എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ മതപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ എന്താണ് സ്ത്രീകളുടെ പദവി കുറഞ്ഞു. പിതൃസ്വത്തിൽ എന്താണ് ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്കും അവകാശം ഇല്ലാതായി. അവർക്ക് അവകാശമില്ല. പെണ്ണ് എന്നുള്ള രീതിയിൽ എന്താണ് മാറ്റി നിർത്തി. അപ്പം ആ സമയത്താണ് മനുസ്മൃതിയൊക്കെ വരുന്നത്. മനുസ്മൃതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് മനുസ്മൃതിയിൽ പറയാനായിട്ട് തുടങ്ങി. സ്ത്രീ സ്വതന്ത്രം അർഹതി. അപ്പം അത് കൂട്ടുപിടിച്ചുകൊണ്ട് എന്താണ് സമൂഹത്തിലെ കുറേ ആൾക്കാർ സ്ത്രീകളെ പൂർണ്ണമായിട്ടും എന്താണ് അവരെ സ്വാതന്ത്ര്യം മുഴുവൻ എടുത്തു കളഞ്ഞ് അവരെ തളച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വിവാഹം കഴിക്കുന്നത് പാപമായിട്ടായിരുന്നു ആദ്യകാല വേദകാലഘട്ടത്തിലൊക്കെ വെച്ചിരുന്നത്. പിന്നെ എന്താണ് ഈ ചെറിയ കുട്ടികളെയൊക്കെ ശൈശവവിവാഹം കഴിക്കുന്നത് എന്താണ് ഈ വലിയ അപ്പൂപ്പന്മാർ യൗവനം നിലനിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ശൈശവവിവാഹം വളരെയധികം കോമൺ ആവാനായിട്ട് തുടങ്ങി. കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും എന്താണ് ഈ അപ്പാപ്പൻ മരിച്ചു പോകും. അപ്പം മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുട്ടി വിധവയായി. അങ്ങനെ വിധവയായി കഴിഞ്ഞ് വിധവകൾ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അവരെ ഒരു റൂമിൽ തന്നെ തലയൊക്കെ മുണ്ടനം ചെയ്ത് അവരുടെ ജീവിതം മുഴുവൻ അവരങ്ങനെ അങ്ങോട്ട് ജീവിച്ച് തീർക്കണം. എപ്പോഴാണ് ചിലപ്പോൾ ഒരു 8-9 വയസ്സുള്ള കുട്ടിയാണ് അതിൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കാനായിട്ട് പോണത്. പിന്നെ സതി, ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ഭാര്യയും കൂടെ ചിതയിൽ മരിക്കുക. അതിൻ്റെ പിന്നിലുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ കുടുംബത്തിലെ മൂത്ത ആൾക്കാർക്കും സ്വത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇയാളുടെ മരിച്ചു കഴിഞ്ഞാൽ ആളെ ഭാര്യയ്ക്കാണ് സ്വത്ത് കിട്ടേണ്ടത്. സതി എന്നും പറഞ്ഞ് ആ പെണ്ണിനെ അങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ബാക്കിയുള്ള മക്കൾക്ക് ആ സ്വത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ സതി എന്ന് പറഞ്ഞിട്ട് വന്നു. വിധവകൾക്ക് പുനർവിവാഹത്തിനില്ല. പക്ഷെ പുരുഷന്മാർക്ക് എന്താണ് പുനർവിവാഹമൊക്കെ നടത്താം. ബഹുഭാര്യത്വം വളരെ കോമണായി. അങ്ങനെ എന്താണ് സ്ത്രീകളുടെ പദവി എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ഈ ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടത്തിൽ മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകളുടെ പദവിയെ കുറിച്ച് പറയുന്നത്. ഇനി അപ്പം ഇത് നോക്കണം കേട്ടോ, ഇത് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി മധ്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ പദവി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയം പർദ്ദ സമ്പ്രദായം, സ്ത്രീ എന്ന് പറയുന്നത് മൊത്തം അങ്ങോട്ട് മൂടി നടക്കണം. മുസ്ലിംസിൻ്റെ ഇടയിൽ മാത്രമല്ല, ബാക്കി നോർത്തിലൊക്കെ കണ്ടിട്ടില്ലേ അവരിങ്ങനെ മുഖം മൂടിയൊക്കെ നടക്കുക, ഭർത്താവിന് മാത്രം മുഖം കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഒരു സമ്പ്രദായം.
പിന്നെന്താണ്, ബഹുഭാര്യത്വം വളരെ കോമണായി, സംബന്ധങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആയി. ശൈശവ വിവാഹം അതിലേറെ കോമണായി. സതി സമ്പ്രദായം, പിന്നെ വിധവകളുടെ കാര്യം വളരെയധികം കഷ്ടത്തിലായി. വിധവ പുനർവിവാഹം എന്നൊരു അവസ്ഥ തന്നെ ഇല്ലാണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും 15-ാം നൂറ്റാണ്ടിൽ രാമാനുജാചാര്യരുടെ വരവോട് കൂടിയിട്ട് ഭക്തി പ്രസ്ഥാനം തുടക്കമാണ്. ഈ ഭക്തി പ്രസ്ഥാനം സ്ത്രീകളുടെ അവസ്ഥയിൽ ഏറെക്കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഒരു ഭാഗം എങ്ങനെയാണ്, ഇത്രയും ദുസ്സഹമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ തന്നെ ഭക്തി പ്രസ്ഥാനം കടന്നു വരുമ്പോൾ എന്താണ്, ഈ ഭക്തി പ്രസ്ഥാനം സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പമുള്ള തുല്യ പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, സ്ത്രീകൾക്ക് ഒരു ഭാഗത്ത് ഇങ്ങനൊരവസ്ഥ, ഒരു പദവി ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അതേ സമയത്ത് ഭക്തിപ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്നവർക്കൊക്കെ എന്താണ്, സമൂഹത്തിൽ അത്യാവശ്യം നല്ലൊരു പദവി അവിടെ കിട്ടുകയാണ്. ഇപ്പോൾ ലക്ഷ്മി ദേവി, മീരാബായ് ഇതൊക്കെ ആ സമയത്ത് പ്രശസ്തരായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചവരാണ്. മീരാബായിനെയൊക്കെ നമുക്കറിയാം. അതേപോലെ റസിയ, നൂർജഹാൻ, അതൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഭരണാധികാരികളാണ്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ സ്ത്രീകൾ കഴിവ് തെളിയിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ മധ്യകാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്ത്രീകളുടെ പദവി സമൂഹത്തിൽ എങ്ങനെയാണ്, വളരെ താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ കൂടി എന്താണ്, ചെറിയ രീതികളിൽ പല തരത്തിൽ ഭക്തി പ്രസ്ഥാനം അങ്ങനെയുള്ള അതിലൊക്കെ എന്താണ്, സ്ത്രീകളുടെ പദവി, സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പദവി അവിടെ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം ഇപ്പുറത്ത് ഇങ്ങനൊരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. ഇനി വരുന്നത്, അപ്പം അതാണ് മധ്യകാലഘട്ടത്തിലെ അവസ്ഥ കേട്ടോ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പം സ്ത്രീകളുടെ പദവി ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരുപാട് നവോത്ഥാന നേതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രവീന്ദ്രനാഥ് ടാഗോർ, പിന്നെ രാജാറാം മോഹൻ റോയ്, അങ്ങനെ സതി നിരോധിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് നവോത്ഥാന നേതാക്കന്മാരുടെ പരിശ്രമ ഫലമായിട്ട് സ്ത്രീകളുടെ പദവി പിന്നെയും എന്താണ്, ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് മെയിനായിട്ട് 2 പേരെ പഠിക്കാനുണ്ട്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറും ജ്യോതിബ ഫുലെ, അങ്ങനെ 2 പേരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതിലൊന്നാമത്തത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗാളിലെ വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു നവോത്ഥാന നേതാവാണ് ആര്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പം അദ്ദേഹം എന്താണ്, വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. വിധവകൾ എന്താണ്, പിന്നെയും കല്യാണം കഴിക്കാൻ, പ്രത്യേകിച്ച് എന്താണ്, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വിധവകളാവുന്നവരില്ലേ, ഈ വയസ്സായി അപ്പാപ്പനായിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിച്ച് കുഞ്ഞു പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് ആ കുട്ടികളായിരിക്കും, ചിലപ്പോൾ 9-10 വയസ്സുള്ള കൊച്ചു കുട്ടികളായിരിക്കും. ഈ 80-90 വയസ്സായ തന്തപ്പടി വന്ന് ഇതിനെ കല്യാണം കഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത ശ്വാസത്തിന് മരിച്ചുപോയി. മരിച്ചു പോകുമ്പോൾ എന്താണ്, ഇത് വിധവയായി. പിന്നെ ഇതിൻ്റെ ഒരു 70-80 വയസ്സ്, അത്രയും കൊല്ലങ്ങൾ എന്താണ്, അതിങ്ങനെ വിധവയെ പോലെ ജീവിക്കണം. അതിൻ്റെ ജീവിതം തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ അവരൊക്കെ എന്താണ്, വേറെ കല്യാണം കഴിക്കാം, പിന്നെ അവർക്ക് വിദ്യാഭ്യാസം വേണം, അവർക്കൊരു ജീവിതമുണ്ട്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രയത്നിച്ചത്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തന ഫലമായിട്ട് 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെട്ടു. വിധവകൾക്ക് പുനർവിവാഹം കഴിക്കാമെന്ന് നിയമം വന്നു. ആരാണ് അതിന് പ്രയത്നിച്ച ആള്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 വിധവ വർഷം നോക്കി വെക്കാൻ കേട്ടാ. ചില ക്വസ്റ്റ്യൻസിന് വർഷമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. സതി നിരോധിച്ച വർഷം കുറേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഏത് വർഷമാണ് സതി പ്രൊഹിബിറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് 1829. അതേപോലെ തന്നെ ലിംഗവിവേചനം, സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള ഭേദമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 15 അത് നോക്കി വയ്ക്കണം. അപ്പോൾ അതേ വിധവ പുനർവിവാഹ നിയമം 1856. ഇനി നെക്സ്റ്റ് സോഷ്യൽ റീഫോമറാണ്, അല്ലെങ്കിൽ നവോത്ഥാന നേതാവാണ് ജ്യോതിബ ഫുലെ. ഇദ്ദേഹം വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അദ്ദേഹം എവിടെ നിന്നായിരുന്നു, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബംഗാളിൽ നിന്നായിരുന്നു, ഇദ്ദേഹം മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്,
പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട്, ഇനി ഇതുപോലെ വിധവകളാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയും അവിടെ അങ്ങനെയുള്ള കുട്ടികളെ പാർപ്പിക്കുകയും അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുകയും അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ആളാണ് ആര്? ജ്യോതിബ ഫുലെ. അപ്പോൾ അദ്ദേഹം 1848 പെൺകുട്ടികൾക്ക് വേണ്ടി എന്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ സ്കൂള് സ്ഥാപിച്ചു. കാരണം ആ സമയത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സ്കൂള് സ്ഥാപിച്ചു. ഇനി 1852 ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, ദളിതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു സ്കൂൾ സ്ഥാപിച്ചത് ആരെന്നെയാണ്? ഇദ്ദേഹമാണ് 1852. അപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ ഗേൾസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള അവസ്ഥ എന്നൊക്കെ പണ്ടൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഗേൾസ് സ്കൂളുകളൊക്കെ. അല്ലാണ്ട് ഇപ്പോൾ ഗേൾസ് വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന ഗേൾസ് സ്കൂളിൽ മാത്രം പഠിച്ച പെൺകുട്ടികളോടൊക്കെ ഒരു അവരെന്തോ ആണുങ്ങളെ കാണരുത് അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ല അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയണത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംഘടനകൾ തുടങ്ങുന്നതാണ് ഈ ഗേൾസ് സ്കൂൾ. ഞാൻ പറഞ്ഞു എന്നുള്ളൂട്ടോ, അത് പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്ഥാപിക്കുന്നത്. ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും സ്കൂൾ സ്ഥാപിക്കുന്നത് ഇദ്ദേഹമാണ്. അതേപോലെ വിധവകളായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥാപിക്കുകയും അവിടെ അവരെ പാർപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് തുടർ വിദ്യാഭ്യാസങ്ങളോ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ജ്യോതിബ ഫുലെ ചെയ്തത്. ഇനി നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സ്ത്രീകളുടെ പദവി എന്നാണ് നോക്കാം. ഈ 19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ആധുനിക കാലഘട്ടം തുടങ്ങുന്നത്. ഈ ആധുനിക യുഗത്തിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ബ്രിട്ടീഷ് യുഗം, രണ്ട് ബ്രിട്ടീഷ് ആനന്തര യുഗം. ബ്രിട്ടീഷ് പീരീഡും അതേപോലെ തന്നെ ദ പീരീഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷ് യുഗവും ബ്രിട്ടീഷ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാർ നമുക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു, പക്ഷേ അവർ നമുക്ക് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ആധുനിക യുഗത്തിൽ നോക്കാനുള്ളത് ബ്രിട്ടീഷ് യുഗമാണ്. ബ്രിട്ടീഷ് യുഗം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വിദ്യാഭ്യാസം. പിന്നെ സതി, ശൈശവ വിവാഹം, ബഹുഭർത്തൃത്വം, ബഹുഭാര്യത്വം, ദേവദാസി സമ്പ്രദായം. ഈ ദേവദാസി സമ്പ്രദായം എന്നൊക്കെ പറയുമ്പോൾ ദേവൻ്റെ ദാസി, അപ്പോൾ പെൺകുട്ടികളെ എന്താണ് ഈശ്വരന് സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ നട തള്ളും പോലെ അങ്ങോട്ട് തള്ളിക്കൊടുക്കും. അപ്പോൾ അവിടെ അതൊരു ദൈവികമായിട്ടുള്ള കാര്യമാണ്. ആ പെൺകുട്ടികൾക്ക് എന്താണ് ദൈവത്തെ പോലെയാണ്. അപ്പോൾ ആ ക്ഷേത്രം അവരെ പരിപാലിക്കണം. അപ്പോൾ അവരവിടെ നിന്ന് നൃത്തമൊക്കെ പഠിച്ച് കൂത്തമ്പലങ്ങൾ നൃത്തം അവതരിപ്പിക്കുക, അങ്ങനെയുള്ള ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അന്തസ്സുള്ള കാര്യമായിരുന്നു അത്. പിന്നെ രാജഭരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും പുരുഷ മേധാവിത്വമൊക്കെ കയറി വന്നപ്പോൾ എന്തായി? ഈ ദേവദാസികൾ പതുക്കെ വേശ്യാവൃത്തിയിലേക്ക് മാറാനായിട്ട് തുടങ്ങി. നമ്മളിപ്പോൾ ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിച്ചിരുദേവി സന്ദേശം എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ ചമ്പുക്കളൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, കേട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെയും. അപ്പോൾ അതിലൊക്കെ പറയാം. അപ്പോൾ ഈ ദേവദാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സമ്പ്രദായമായിരുന്നു. അത് പതുക്കെ ഇങ്ങനെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ദേവദാസികൾ മുഴുവനും ഏതെങ്കിലുമൊക്കെ രാജാക്കന്മാരുടെ വെപ്പാട്ടികളെ പോലെയൊക്കെ ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊരു വേശ്യാലയം പോലെയൊക്കെ ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ ദേവൻ്റെ ദാസി പോയി അവസാനം രാജാവിൻ്റെ ദാസിയായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു ദേവദാസിയിൽ വന്ന് പെട്ട ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജീവിതം കഴിഞ്ഞു അല്ലേ, പിന്നെ ഒന്നുമില്ല, അവിടെ അവസാനിച്ചു. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പിന്നെ അത് ഈ പറഞ്ഞ പോലെ വേശ്യാവൃത്തി ആകുമ്പോൾ അങ്ങനെ കൊണ്ട് വിൽക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ചുവന്ന തെരുവുകളും കാര്യങ്ങളൊക്കെ ആ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത്. അങ്ങനെയൊക്കെ വന്നു. അപ്പം അത് ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചു. അതൊരു വലിയ കാര്യമാണ്. അതേപോലെ സതി നിരോധിച്ചു. അതുപോലെ ശൈശവ വിവാഹം. ഇതുകൊണ്ടൊക്കെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല.
അത് അത്ര വലിയ പ്രശ്നങ്ങളാണ് നമുക്ക്. കാരണം നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്.